സിന്ദൂരരേഖ ഭാഗം 48. അങ്ങനെ മറ്റു ദിവസവും മനുവിൻ്റെ ഒരു കോളും മെസ്സേജും ഒന്നുമില്ലാതെ അമ്മാള് കഴിച്ചുകൂട്ടി. വെറുതെയെങ്കിലും അവൻ തന്നെ ഒന്ന് വിളിക്കും എന്നമ്മാള് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അതും വെറുതെയായി. ദിവസങ്ങൾ മാറ്റങ്ങളില്ലാതെ കടന്നുപോയി. ഇന്നിപ്പോൾ അമ്മാളു ഹൈദരാബാദിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തിയിട്ട് ഒരാഴ്ചയായി അടുക്കാറായി. മനു ഇന്നുവരെ അവളെ ഒന്ന് വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടില്ല. അത് അവളിൽ വിഷമാണ് ഉണ്ടാക്കിയതെങ്കിലും അതിലുപരിയായി അവളിൽ വാശി നിറച്ചു. ഇനി എന്തൊക്കെയായാലും തൻ്റെ വീട്ടിൽ വന്ന് അവൻ തന്നെ വിളിച്ചുകൊണ്ട് പോകാതെ അവൻ്റെ അടുത്തേക്ക് പോകില്ലെന്ന് തന്നെ അമ്മാള് മനസ്സിൽ തീരുമാനിച്ചു. ഇതിനിടയിൽ അമ്മയും ഉണ്ണിയൊക്കെ അവളെ മാറി മാറി വിളിക്കാറുണ്ട്. എങ്കിലും വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവരും നിർബന്ധിക്കുന്നില്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം അമ്മാളും എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ കാര്യം. അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് വിളിച്ച് രണ്ടുപേരും നിർബന്ധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് പെട്ടെന്ന് കോളേജിൽ നിന്ന് വരാൻ കഴിയുമെങ്കിൽ കോളേജിലേക്കൊന്ന് വരാൻ പറഞ്ഞ് ഫോൺ വരുന്നത്. ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നിർബന്ധമില്ലെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മാള് പോകാമെന്ന് കരുതി. രാവിലെ 10 മണിയായപ്പോഴേക്കും കോളേജിലേക്കെത്തി. അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങളായി അധികം ഭാരപ്പെട്ട ജോലികളൊന്നും എടുക്കാതെ വെറുതെ തിന്നും ഉറങ്ങിയും മാത്രം ഇരിക്കുന്നത് കൊണ്ട് കോളേജിൽ പോയി ജോലി എടുത്തപ്പോഴേക്കും അമ്മാള് നല്ല രീതിയിൽ ക്ഷീണിച്ചു പോയി. വീട്ടിലേക്ക് വന്ന് അമ്മ ഉണ്ടാക്കി തന്ന ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മാള് നേരെ കട്ടിലിലേക്ക് കയറി കിടന്നുറങ്ങിക്കളഞ്ഞു. കുളിക്കുക പോലും ചെയ്യാതെ ഉറങ്ങിയെന്ന് പറഞ്ഞ് അമ്മ അവളെ വിളിക്കാൻ ചെന്നു. എങ്കിലും ആന വന്ന് കുത്തിയാൽ പോലും അറിയില്ല എന്ന രീതിയിലായിരുന്നു അമ്മാളും അന്നേരം കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഉറക്കത്തിൽ സുന്ദരമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് ശാന്തസമാധാനായി അവൾ ഉറങ്ങുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ടതുപോലെ അവൾ ഞെട്ടിയൊന്ന് ഉണർന്നു. ആദ്യം തന്നെ ചെവിയിലേക്ക് തുളച്ചു കയറിയത് അമ്പലത്തിൽ നിന്ന് എത്തുന്ന പാട്ടായിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് ഉത്സവത്തിന് കൊടി കയറുകയാണ് എന്നച്ഛൻ പറഞ്ഞ കാര്യം അവൾ ഓർത്തത്. അമ്പലത്തിലേക്കൊന്ന് പോകണമെന്നുണ്ട്. കാരണം കുഞ്ഞുനാളിലെ മുതൽ പറ്റുന്നത് പോലെയൊക്കെ പോകാറുള്ള അമ്പലമാണ്. ഉത്സവങ്ങളിലൊക്കെ മുടങ്ങാതെ പോകും. എങ്കിലും ഇന്ന് പതിവില്ലാതെ ജോലി ചെയ്തത് കൊണ്ടുള്ള ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോവുക തന്നെ ചെയ്തു. എങ്കിലും ഇനിയും കിടന്നുറങ്ങിയാൽ ശരിയാവില്ലെന്ന് തോന്നി. കാരണം ഒന്ന് കുളിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ആ ക്ഷീണം അകറ്റാൻ പറ്റിയേനെ. ഇതിപ്പോൾ കുളിക്കാതെ കൂടെ കിടന്നുറങ്ങിക്കളഞ്ഞത് കൊണ്ട് ക്ഷീണം ഒന്നുകൂടി കൂടി. അങ്ങനെ കുറച്ചു നേരം കൂടി അങ്ങനെ കണ്ണടച്ച് കിടന്നതിന് ശേഷം അമ്മാള് പതിയെ എഴുന്നേറ്റു. ഇത്രയും നേരമായിട്ടും അമ്മ തന്നെ വന്ന് വിളിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു അവള്. കാരണം സന്ധ്യാസമയത്ത് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീട് തലതിരിച്ച് വെക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറക്കച്ചടവോടെ തന്നെയാണ് അമ്മാളു അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി കയറിയതും. കുളിച്ചു കഴിഞ്ഞിറങ്ങി അവൾ നേരെ പുറത്തേക്കിറങ്ങി. നോക്കുമ്പോൾ വീട്ടിലെ അനക്കവും ഉച്ചയൊന്നുമില്ല. വല്ലാത്ത നിശബ്ദത. പക്ഷേ ഹാളിലേക്ക് നടന്നപ്പോൾ വരാന്തയിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ശരിക്ക് കേട്ടപ്പോൾ അച്ഛനും അമ്മയും അപ്പുവും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലായി. അമ്മാളു വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതെന്താ ഉണ്ണിയേട്ടനും അമ്മയും പറയാതെ വന്നത് എന്ന് ചോദിച്ച് ആശ്ചര്യത്തോടെ അവൾ വരാന്തയിലേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. അതെന്താ ഏട്ടത്തി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് മാത്രമേ വരാൻ പറ്റൂ? ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് അവൾ പുഞ്ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. എന്താ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത്? നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മാളു. അമ്മ ചോദിച്ചതും അമ്മാളു അമ്മയെ ഒന്ന് നോക്കി. അമ്മയുടെ മുഖത്തെ ഗൗരവം കണ്ടതും ഇനിയും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ അവൾക്ക് തോന്നി. ഇതിപ്പോൾ ഒരാഴ്ചയായില്ല ഇവിടെ നിൽക്കുന്നു. ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് നീ എൻ്റെ കൂടെ നിന്നിട്ടില്ലല്ലോ. ഇനി എന്തായാലും കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക്. അപ്പോഴേക്കും മനുവും തിരികെ നാട്ടിലെത്തുമായിരിക്കും. പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. തീരുമാനം പോലെ അമ്മ പറഞ്ഞതും അമ്മാളു ഉണ്ണിയെ ഒന്ന് നോക്കി. അവനും അവളോട് പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാന്ന രീതിയിൽ തലയനക്കിയതും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അമ്മാളു ഒരു വിധത്തിൽ മുറിയിലേക്ക് നടന്നു. അച്ഛനും അമ്മയും ഒക്കെ അത് നോക്കി നിന്നതല്ലാതെ മറുത്തൊന്നും പറയുന്നില്ല എന്നതും അമ്മാളുവിനെ അത്ഭുതപ്പെടുത്തി. അവർക്കെങ്കിലും കുറച്ച് ദിവസം കൂടി അവളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞൂടെ? ഒരു നിമിഷം അമ്മാളു ആലോചിച്ചു. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടിയാണ് അവൾ മുറിയിലേക്ക് നടന്നത്. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഗന്ധം തനിക്ക് ഏറെ പരിചയമുള്ളതാണെന്ന് തിരിച്ചറിയാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല. മനുവേട്ടൻ്റെ പെർഫ്യൂം അവൾ ഓർത്തു. തൻ്റെ മുറിയിൽ എവിടെന്നാണ് ഇങ്ങനെയൊരു ഗന്ധമെന്ന രീതിയിൽ അമ്മാളു മുറിയാകെ അവനെ നോക്കി. പക്ഷേ മനസ്സിൽ വിടർന്ന നേരിയ പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലായിരുന്നു അത്. മനു അവിടെ ഉണ്ടാകും എന്ന് കരുതിയാണ് നോക്കിയത്. പക്ഷേ അവനില്ല. മനുവേട്ടൻ ഹൈദരാബാദിൽ നിന്ന് വരാനായിട്ടില്ലല്ലോ എന്ന് കരുതി തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവൾ മുറിയടച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് പാക്ക് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഹൈദരാബാദിൽ പോയി വന്നിട്ടുള്ള സാധനങ്ങളൊന്നും ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഞാൻ ഇവിടെ വന്ന് വിളിച്ചാലേ വീട്ടിലേക്ക് വരൂന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മയും ഉണ്ണിയും വന്ന് വിളിച്ചപ്പോൾ തന്നെ ഉണ്ണിയാർച്ച കീഴടങ്ങിയോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്മാള് നോക്കിയതും ജനലിൻ്റെ അരികിൽ നിൽക്കുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഒരു നിമിഷം സത്യാണോ മിഥ്യയാണോ എന്നറിയാതെ നിന്നുപോയി അമ്മാളു. നിന്നിടത്ത് നിന്ന് അനങ്ങാതെ അവിടെ തന്നെ നിന്ന് അവനെ തന്നെ നോക്കി. മനുവേട്ടൻ? അവളുടെ ചുണ്ടുകൾ അറിയാതെ തന്നെ പറഞ്ഞുപോയി. സമയം കളയണ്ട, അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും, പാക്ക് ചെയ്. മനു പറഞ്ഞതും അമ്മാളു അപ്പോഴും ഏതോ മായാലോകത്തെന്ന പോലെ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു നിമിഷം താൻ സ്വപ്നം കാണുവാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു. സംസ്കൃതി. എന്നിട്ടും അവൾ അനങ്ങുന്നില്ല എന്ന് കണ്ടതും മനു അവളുടെ അരികിലേക്ക് നടന്നു വന്നു. പക്ഷേ അവൻ തൊട്ടടുത്ത് എത്തിയപ്പോൾ ബോധം വന്നതുപോലെ അമ്മാളു കണ്ണ് ചിമ്മി തുറന്ന് അവനെ നോക്കി. താൻ സ്വപ്നലോകത്തല്ല എന്നവൾക്ക് മനസ്സിലായി. ഞൊടിയിടയിൽ അവളുടെ മുഖം പരിഭവത്തോടെ കൂർത്തു വന്നു. അവനിന്ന് ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അത് കണ്ടതും മനു ഒന്നും മിണ്ടാൻ പോയില്ല. അവിടെ ഇരുന്നിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ദേഷ്യത്തിൽ തന്നെ ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെച്ചു അവൾ. അവനോടുള്ള ദേഷ്യവും പരിഭവവും ഒക്കെ ആ ബാഗിനോട് തീർക്കുന്ന രീതിയിലായിരുന്നു അമ്മാളുവിൻ്റെ അന്നേരത്തെ പെരുമാറ്റം. അത് ചെയ്യുന്നുണ്ടെങ്കിലും അവനെന്നൊരാൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നതായി പോലും അവൾ ഭാവിച്ചില്ല. മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് ഡ്രസ്സ് മാറണം. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അമ്മാളു ഗൗരവത്തിലും ദേഷ്യത്തിലും പറഞ്ഞു. ഇത്രയും നാളും ഈ ഒരുവൻ വരുന്നതിനും അവൻ വിളിക്കുന്നതിനും വേണ്ടിയും ഒക്കെ ആയിരുന്നു താൻ കാത്തിരുന്നത്. എങ്കിലും പെട്ടെന്ന് അവനെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴും അവളുടെ ഉള്ളിലെ വാശിയും പരിഭവവും അടങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതേ പരിഭവത്തോടെയും അതേ വാശിയോടും കൂടെ തന്നെയായിരുന്നു അവൾ അവനോട് പെരുമാറിയതും. മനുവാണെങ്കിൽ അവൾ അങ്ങനെ മുറുക്കി പുറത്തേക്കിറങ്ങി നിൽക്കാൻ പറഞ്ഞത് കേട്ടുവെങ്കിലും അത് തന്നോടല്ല എന്ന ഭാവത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. ഞാൻ നിങ്ങളോടാ പറഞ്ഞത്, എനിക്ക് ഡ്രസ്സ് മാറണം, പുറത്തേക്കിറങ്ങാൻ. അമ്മാളു അവനോട് വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. ഓ, അതിനിപ്പോൾ എന്താ, ഞാനിവിടെ നിന്നോളാം, നീ ചേഞ്ച് ചെയ്തോ. നിസ്സാരമായി പറഞ്ഞുകൊണ്ട് മനു വന്ന് കട്ടിലിലേക്ക് ഇരുന്നു. എക്സ്ക്യൂസ് മീ, ഡ്രസ്സിംഗ് റൂമിൽ പോയി ഡ്രസ്സ് മാറാൻ ഇത് നിങ്ങളുടെ വീടല്ല, ഇവിടെ ഡ്രസ്സിംഗ് റൂമൊന്നുമില്ല. അതിന് ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നല്ലാതെ ഞാൻ ഇവിടെ നിന്ന് മാറണോ? അവൻ്റെ കൂസലില്ലാത്ത പെരുമാറ്റം അമ്മാളുവിനെ അല്പം ഒന്ന് ദേഷ്യത്തിൽ ആഴ്ത്തിയിരുന്നു. വേണമെങ്കിലും മാറിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനു പറഞ്ഞതും അമ്മാളുവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരുമെന്ന രീതിയിൽ മിഴിഞ്ഞുപോയി. ഇതെന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവൻ കട്ടിലിൽ നേരത്തെ ഇരുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പോകാം. അമ്മാളു ഇറങ്ങി വന്നപ്പോൾ തന്നെ മനു അവളോട് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടവെച്ചതിന് ശേഷം ബാഗ് എടുത്ത് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. വരാന്തയിൽ വന്ന് നോക്കുമ്പോൾ എല്ലാവരും നേരത്തെ ഇരുന്നത് പോലെ തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. അവളെ കണ്ടതും എല്ലാവരും പുഞ്ചിരിയോടെ നോക്കി. എടി ഏട്ടത്തി, ഒരാൾ അകത്തുണ്ടായിരുന്നു, നീ അതിനെ തട്ടിക്കളഞ്ഞോ? അമ്മാൾ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടതും ഉണ്ണി അവളെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. അതിന് അവൾ പരിഭവത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കി. നോക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് തന്നെ മനുവും നടന്നു വരുന്നുണ്ട്. അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി നിന്നു. നമുക്ക് പോവാം അമ്മ. പുഞ്ചിരിയോടെ അവൻ ചോദിച്ചതും അമ്മയും ഉണ്ണിയൊക്കെ പോകാനായി ഒരുങ്ങിയിറങ്ങി. പോയിട്ട് വരാങ്കൾ എന്ന് ദാസനോടും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങാനൊരുങ്ങി. ഉണ്ണി അമ്മാളുവിൻ്റെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചു. ഇടയ്ക്ക് മനു അമ്മാളുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും അവളുടെ മുഖം വീർത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോഴും മനുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തന്നെയായിരുന്നു. മനു ആയിരിക്കണം കാർ ഓടിക്കാൻ പോകുന്നതെന്ന് കരുതി അവൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അമ്മാളു ആദ്യം തന്നെ വേഗം പിന്നിലെ സീറ്റിലേക്ക് ഡോർ തുറന്ന് കയറിയിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ഡ്രൈവർ സീറ്റിലേക്ക് ഉണ്ണി കയറിയിരുന്നു. കോ ഡ്രൈവർ സീറ്റിലേക്ക് അമ്മയും. അവർ രണ്ടുപേരും കയറിയ അതേ നിമിഷം തന്നെ മനുവും അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അവനോടുള്ള പരിഭവം ഉള്ളത് കൊണ്ട് തന്നെ അവൾ കുറച്ചുകൂടി അവനിൽ നിന്ന് നീങ്ങി കാറിൻ്റെ ഡോറിനരികിലേക്ക് ചേർന്നിരുന്നു. ഇവളുടെ ഈ ചെയ്തികളൊക്കെ അമ്മയും ഉണ്ണിയും കാണുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. മനു ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിയോടെയാണ് ഇരിക്കുന്നത്. അമ്മാളു ആരുടെയും മുഖത്തേക്ക് നോക്കാൻ നിൽക്കാത്തത് കൊണ്ട് അവരുടെ മുഖഭാവം എന്താണെന്ന് അറിയാനും പറ്റുന്നുണ്ടായില്ല. വീട്ടിലേക്ക് അല്പം ദൂരമുള്ളത് കൊണ്ട് രാത്രി അല്പം വൈകിയായിരുന്നു വീട്ടിലെത്തുള്ളൂ. അമ്മാളുവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിറങ്ങിയത് കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാണ് തിരിച്ചത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ എല്ലാവരോടും പരിഭവം കാണിച്ച് മുഖം വീർപ്പിച്ച് അമ്മാളു നേരെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. മനു എല്ലാവരെയും നോക്കി കണ്ണടച്ച് കാണിച്ച് അവളുടെ ബാഗൊക്കെ ആയിട്ടാണ് മുകളിലേക്ക് കയറിയത്. മനു വന്ന് നോക്കുമ്പോൾ അമ്മാളു കട്ടിലിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ യക്ഷിയോ എന്ന് ചിന്തിച്ചുകൊണ്ട് മനു ബാഗൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി. അവൻ അകത്തേക്ക് കയറി വന്നതും അലമാരയിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി.
മനു ആണെങ്കിൽ എങ്ങനെ ഇതിനൊരു പരിഹാരം കാണും എന്ന ചിന്തയിലായിരുന്നു അന്നേരം. കുളി കഴിഞ്ഞ് വന്നപ്പോൾ റൂമിലെങ്ങും മനുവിനെ കാണുന്നില്ല. ഇതെവിടെ പോയെന്ന രീതിയിൽ ഒരു നിമിഷം അവൾ അവിടെ മുഴുവനും അവനെ അന്വേഷിച്ചു. പെട്ടെന്ന് അവളുടെ നോട്ടം റൂമിൻ്റെ വാതിലിലേക്ക് എത്തി നിന്നതും അതകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതും അവൻ റൂമിൽ തന്നെയുണ്ട് എന്നവൾക്ക് മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന നിമിഷം തന്നെ അവൻ കബോർഡിൻ്റെ സൈഡിലുള്ള വാതിൽ തുറന്ന് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. പെട്ടെന്ന് അവൻ അങ്ങനെ വരുന്നത് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അമ്മാളു അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ അവൻ തിരികെ അവളെ നോക്കിയപ്പോഴേക്കും അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. മുടിയൊക്കെ കോതി ഒതുക്കിയിട്ടു. പെട്ടെന്ന് തൻ്റെ പിന്നിലായി അവൻ വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. എങ്കിലും പിന്തിരിഞ്ഞ് നോക്കാൻ പോയില്ല. കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ അവൻ തൻ്റെ പിറകിൽ നിൽക്കുന്നത് അമ്മാളു കണ്ടിരുന്നു. ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് സംസ്കൃതി? ശാന്തമായ ശബ്ദത്തിലായിരുന്നു അവനത് അവളോട് ചോദിച്ചത്. എങ്കിലും അതിലൽപ്പം ഗൗരവം നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. കണ്ണാടിയിലൂടെ തന്നെ അവളെ നോക്കിക്കൊണ്ടായിരുന്നു അവൻ ഈ ചോദ്യം ചോദിച്ചതും. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. അവനെ തന്നെ നോക്കിക്കൊണ്ട് അവളും മറുപടി പറഞ്ഞു. പിന്നെ ദേഷ്യമില്ലാതിരുന്നിട്ടാണോ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അതെന്താ, ഞാൻ കാണിക്കുന്നത് ദേഷ്യത്തോടെയാണെന്ന് തോന്നിയോ? അല്പം ഗൗരവത്തിലുള്ള ശബ്ദത്തിലും അവളും തിരികെ ചോദിച്ചതും മനു അതിന് ഉത്തരം പറയാതെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നമ്മുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് നിന്നെ അത്യാവശ്യം നന്നായിട്ടൊക്കെ അറിയാം. എനിക്കറിയാവുന്ന സംസ്കൃതി ഇപ്പോൾ ഈ കാണിക്കുന്നത് ദേഷ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറു പുഞ്ചിരിയോടെയുള്ള അവൻ്റെ മറുപടിയിൽ അമ്മാളു അവൻ്റെ നേരെ തിരിഞ്ഞു നിന്നു. മനുവേട്ടന് അറിയാത്ത സംസ്കൃതിയുണ്ട്. അപ്പോഴോ? അവളുടെ ആ ചോദ്യത്തിന് അവൻ്റെ മറുപടി വീണ്ടും പുഞ്ചിരി തന്നെയായിരുന്നു. എനിക്കറിയാത്ത സംസ്കൃതി ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ 10 വർഷം എന്നെ സ്നേഹിച്ചാൽ നിനക്കറിയാത്തൊരു മാനവോർമ്മയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഒരു നിമിഷം അവളുടെ നോട്ടവും അവൻ്റെ കണ്ണുകളിൽ മാത്രം തങ്ങി നിന്ന് പോയി. ചെറുതായി ചിരിക്കുമ്പോൾ പോലും അതിന് കൂട്ടായി അവൻ്റെ കണ്ണുകളും പുഞ്ചിരിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോയി അമ്മാളുവിന്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.